യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. നമ്മൾ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കണം. കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, ഒരു അത്ഭുത പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഉറപ്പാണ്. ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ദൈവം വലിയ അത്ഭുതങ്ങള് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. വലിയ പ്രവൃത്തികൾ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. നമ്മൾ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കണം. കർത്താവിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. കർത്താവിന് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. അത് കർത്താവ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കേൾക്കുവാൻ, അതൊന്ന് മനസ്സിലാക്കുവാൻ ക്ഷമാപൂർവം കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കണം. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ധ്യാന ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. നിങ്ങളുടെ നിലവിളി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകും. ചെവി ചായ്ച്ച് അവിടുന്ന് നിന്റെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, ഭീകര ഗർത്തത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, വൻ തകർച്ചകളിൽ നിന്ന്, വലിയ പരാജയങ്ങളിൽ നിന്ന്, തീരാ നഷ്ടങ്ങളിൽ നിന്ന് ഒരിക്കലും എണീറ്റു വരില്ല എന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ കൈപിടിച്ച് ഉയർത്തുകയാണ്. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. ഹല്ലേലൂയ. കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. എൻ്റെ കാല് പാറയിൽ കർത്താവ് ഉറപ്പിച്ചു നിർത്തിയിരിക്കുക. തിന്നുന്ന പാറയിലല്ല, ഉറപ്പുള്ള പാറയിൽ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു. എൻ്റെ കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. എൻ്റെ യാത്രകളിൽ, എൻ്റെ മുൻപോട്ടുള്ള പാതയിൽ എൻ്റെ കാൽവയ്പ്പുകൾ സുരക്ഷിതമാണ്. കർത്താവാണ് എന്നെ നയിക്കുന്നത്. ഹല്ലേലൂയ. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം, പുതിയ ഒരു ഗാനം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ തരികയാണ്. എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിക്കുക. പാട്ടുപാടുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് ദൈവസ്തുതികൾ ഉച്ചത്തിൽ പാടുവാന് ഞങ്ങൾക്ക് സാധിക്കണം. പുതിയ ഗാനം, പുതിയ ഒരു ഗാനം നമ്മുടെ നാവിലേക്ക് കർത്താവ് തരിക. പാടി സ്തുതിക്കണം. പാടി സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ കർത്താവ് അത്ഭുത സൗഖ്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. നമ്മുടെ വൈകാരിക തലങ്ങളിൽ വലിയ സൗഖ്യം കിട്ടുന്ന സമയമാണ്. ശക്തമായ ഗാന ശുശ്രൂഷ, ശക്തമായ ദൈവസ്തുതി. ദൈവാരാധന, ഗാന ശുശ്രൂഷയില് ഇന്നർ ഹീലിംഗ്, അതോടൊപ്പം ഫിസിക്കൽ ഹീലിംഗ് എല്ലാം കർത്താവ് നമുക്ക് നൽകും. എത്ര വലിയ അത്ഭുതങ്ങളാ ദൈവം നമുക്കായിട്ട് ചെയ്യുന്നത്.
എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ അവിടുത്തെ മക്കളാ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളിൽ, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ മിറക്കിൾ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ ഇന്നും യേശു ചെയ്യും. ഹല്ലേലൂയ. സങ്കീർത്തനം 40:13. കർത്താവേ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. കരമെത്തി പിടിച്ച് ഈ വചനമെന്ന് പറയാം. കർത്താവേ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. സങ്കീർത്തനം 40:17 ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ, വൈകരുതേ. പറഞ്ഞേ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ, വൈകരുതേ. എന്റെ ദൈവമേ, വൈകരുതേ. ഹല്ലേലൂയ. അബ്രാഹാമിനും അബ്രാഹാമിന്റെ ഭാര്യ സാറായിക്കും അവരുടെ ജീവിതത്തിൽ വലിയ സങ്കടമായിരുന്നു. പ്രധാന കാരണം അവർക്ക് മക്കളില്ലാത്ത വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അവർക്കുണ്ടാവുകയാണ്, അവർക്ക് മക്കളെ കൊടുക്കുമെന്ന്. മക്കളെ ലഭിക്കാൻ വേണ്ടി അബ്രാഹാമിന് വർഷങ്ങളോളം, 25 വർഷത്തോളം കാത്തിരിക്കേണ്ട ഒരു അനുഭവമൊക്കെ ഉണ്ടായി. അബ്രാഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹാമിന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമാ ലേഖനത്തില് 4-ാം അധ്യായത്തില് 13 മുതൽ 20 വരെയുള്ള 22 വരെയുള്ള വചനങ്ങള് നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുക. അബ്രാഹത്തിന്റെ വിശ്വാസം എത്ര ശക്തമായിരുന്നു, ഉറപ്പുള്ളതായിരുന്നു. ഈ വചനത്തിൽ അതെല്ലാം വ്യക്തമായിട്ട് നമ്മളെ ആഴത്തില് പഠിപ്പിക്കുന്ന ചില വചനമുണ്ട്. നമുക്കത് കേൾക്കാം. ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ്. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നത് നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നോ അതനുസരിച്ചാണ്. നമ്മൾ കേൾക്കുന്ന വചനം അല്ല സ്വീകരിക്കുന്ന വചനം എത്ര വിശ്വാസത്തിൽ സ്വീകരിക്കുന്നോ അതനുസരിച്ചാണ് വാഗ്ദത്തം നമ്മൾ നിറവേറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ അബ്രാഹത്തിന് ദൈവം വാഗ്ദത്തം കൊടുത്തത് നിയമത്തിലൂടെ അല്ല എന്നാണ് പറയുന്നത്, വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നോ അത്രമാത്രം നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസ്തതയുള്ളവൻ തന്നെയായിരിക്കും. നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും. നിയമം പാലിക്കുന്നവരല്ല, വിശ്വാസത്തിൽ ആഴപ്പെടുന്നവരെയാണ് കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കുന്നത്. എന്തെന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ്, നിയമമില്ലാത്തിടത്ത് ലംഘനമില്ല. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവ് വചനത്തിലൂടെ നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകും. പാലാ താബോർ ധ്യാന കേന്ദ്രത്തില് CMC സിസ്റ്റേഴ്സിന്റെ ധ്യാന കേന്ദ്രമാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സിസ്റ്റർ ആഗ്നസ്. സിസ്റ്ററിന്റെ 2 കണ്ണുകൾക്കും സൂര്യപ്രകാശത്തിൽ നോക്കത്തില്ല, പ്രശ്നമാണ്. പിന്നെ ശരീരത്തിലെ സൂര്യപ്രകാശത്തിന് അലർജി, പല രോഗങ്ങൾ പ്രയാസമുണ്ട്. അങ്ങനെ സിസ്റ്റർ ധ്യാനം കൂടുകയാണ്. സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പുറത്തോട്ടിറങ്ങി വെയിലത്ത് പോയി ഉടുപ്പൊക്കെ ഒന്ന് കൈയൊക്കെ കയറ്റിട്ട് കൈയൊക്കെ വെയിലത്ത് കാണിച്ചു നോക്കാൻ പറഞ്ഞു. കർത്താവ് ഹീൽ ചെയ്ത് കഴിഞ്ഞു. സൂര്യപ്രകാശത്തിന് അലർജി സൗഖ്യമാണ്, കണ്ണുകൾക്ക് സൗഖ്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പിന്നീട് വന്ന് സാക്ഷ്യം പറയുന്നു, വെയിലത്ത് പോയി നിന്നിട്ട് അലർജിയില്ല സിസ്റ്ററിന്. സൂര്യനിലേക്ക് വെളിച്ചത്തിലേക്ക് നോക്കിയിട്ട് കണ്ണിന് കുഴപ്പമില്ല. അത്ഭുതമാണ്. സിസ്റ്റർ സൗഖ്യത്തിലേക്ക് വന്നു. ആ ദിവസങ്ങളിലെ സിസ്റ്റർ ആ ധ്യാന ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു തുണ്ട് പേപ്പറിൽ ഒരു വചനം എഴുതി കൊണ്ടുവന്നു തന്നു സിസ്റ്റർ. ആ വചനം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കർത്താവ്
സാബു ബ്രദറിന് വേണ്ടി തന്ന സന്ദേശമാണ് ഈ വചനം. ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ മേടിച്ച പോക്കറ്റ് വെച്ചു. പിന്നീട് സമയം കിട്ടിയപ്പോൾ ഞാൻ ആ വചനം സിസ്റ്റർ എന്ന തുണ്ടുകപ്പ് എടുത്ത് നോക്കിയിട്ട് ആ വചനം ഞാൻ എടുത്തു. ആ വചനം ഇതാണ്: അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. ലോകാതിർത്തി വരെ ദൈവം നൽകുന്ന രക്ഷ അറിയിക്കാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഈ വചനത്തിന്റെ ആഴമായ ഒരു അർത്ഥമെന്ന് പറയുന്നത്. ഞാൻ ഈ വചനം വായിച്ചു, ഞാൻ ഈ വചനം ഏറ്റെടുത്തു. ഈ വാഗ്ദത്ത വചനം പൂർണ്ണമായിട്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസം, അന്ധമായ വിശ്വാസം. ഈ വചനം മാംസം ധരിക്കും. ലോകത്തിന്റെ അതിർത്തി വരെ കർത്താവിന്റെ രക്ഷ എത്തിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ദാസനായിട്ട് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ. ഞാൻ ഈ വാഗ്ദത്ത വചനം പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് വിശ്വസിച്ചു. ഈ വചനം ഞാൻ വിശ്വസിച്ചു. ഈ വചനത്തിന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ. കർത്താവിന്റെ വലിയ അനുഗ്രഹത്താല് 5 ഭൂഖണ്ഡങ്ങളിലും പോയി ശുശ്രൂഷ ചെയ്തു. 45ഓളം രാജ്യങ്ങളിൽ പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് വചനത്തിലൂടെ ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയാൽ അത് വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ ഉറപ്പാണ് ആ വചനം നമുക്ക് വേണ്ടി മാംസം ധരിക്കും. 8000-ലധികം വാഗ്ദത്തങ്ങൾ മനുഷ്യന് വേണ്ടി കർത്താവ് ഈ വചനത്തിൽ തന്നിട്ടുണ്ട്. ഇത് വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുത്തു കഴിയുമ്പോൾ ഈ വചനം നമുക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും. അതാണ് ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ, ഉണ്ടായി. മരിച്ച അടക്ക ലാസറിന്റെ കബെടുത്ത് നിന്നിട്ട് യേശു കൽപ്പിച്ചു, ലാസറെ പുറത്തു വരിക. വചനം ക്രിയ ചെയ്യുക. ജീവൻ വന്നു, ലാസർ പുറത്തേക്ക് വരിക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനം, ആ വചനം നിവൃത്തിയാകും. അത് നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ചാണ് ആ വചനം നമുക്ക് വേണ്ടി വാഗ്ദത്ത വചനമായിട്ട് മാറുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. നമുക്ക് വീണ്ടും റോമ 4-ാം അധ്യായത്തിലേക്ക് വരാം. അബ്രാഹത്തിന്റെ വിശ്വാസത്തെ നമ്മൾ കാണുമ്പോൾ ആ വചനം നമ്മൾ ചിന്തിക്കുകയാണ്. വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിന്റെ ഉള്ളിൽ എത്രമാത്രം വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തിന്റെ ആ അടിസ്ഥാനത്തിലാണ് കർത്താവ് വാഗ്ദത്തങ്ങൾ നിന്റെ മേലിടുന്നത്. പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവ് ഒരു വാഗ്ദത്തം ഇടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസം എത്ര ശക്തമാണോ അതനുസരിച്ചാണ് ആ വ്യക്തിയുടെ മേൽ വാഗ്ദത്തം ഇടുന്നതും ആ വാഗ്ദത്തം നടപ്പാക്കപ്പെടുന്നതും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ആഴമായ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അടി ഉറച്ച ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ ഹൃദയം ശക്തമായിട്ട് വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിന്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല അബ്രാഹത്തിന് വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ്. അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി കൂടി നൽകപ്പെട്ടതാണ്. വിശുദ്ധ ബൈബിളിലെ എല്ലാ വാഗ്ദാനങ്ങളും എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാനിത് വിശ്വസിച്ചാൽ എനിക്ക് വേണ്ടി ഈ വചനം മാംസം ധരിക്കും. എൻ്റെ വിശ്വാസം ഈ വചനത്തിൽ എത്ര ശക്തമാണോ അതനുസരിച്ചാണ് വചനം എനിക്ക് വേണ്ടി മാംസം ധരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. ദൈവത്തിന്റെ വാഗ്ദാനം ഉറപ്പുള്ള വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന് മാറ്റമല്ല. വചനമാണ് വാഗ്ദാനം. ഈ വചന വാഗ്ദാനത്തിന് മാറ്റമില്ല. അതൊരിക്കലും ദൈവം തിരുത്തി പറയത്തില്ല. ഒരു വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ആ വാഗ്ദത്തം പിന്നെ മാറ്റി പറയത്തില്ല ദൈവം. അത് പറഞ്ഞത് തന്നെയാണ്. അല്ല, ആ വാഗ്ദത്തം നീ എങ്ങനെ വിശ്വസിക്കുന്നു, എത്രമാത്രം വിശ്വസിക്കുന്നു, അതനുസരിച്ച് ആ വാഗ്ദത്ത വചനം നിന്നിൽ
അല്ലെ നിന്റെ കുടുംബത്തില് ആ വാഗ്ദത്ത വചനം ഫലമാകാനായിട്ട് പോകുക. ഹല്ലേലൂയാം. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവും വചനത്തിലുള്ള ആഴമായ വിശ്വാസവും. ഹല്ലേലൂയാം. മറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മറ്റു കാര്യമൊക്കെ ചെയ്തിട്ടൊന്നും വലിയ കഥയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ വചനം നമ്മൾ വിശ്വസിച്ച് വചനം പാലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കും. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്നതനുസരിച്ച് താൻ അനേകം ജനങ്ങളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ഇത് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു 4-5 സ്റ്റേജുകൾ നമ്മൾ ഇവിടെ കാണുകയാണ്. ഇവിടെ പറയുന്ന ഈ വചനം ശ്രദ്ധിക്കുക. താൻ അനേകം ജനങ്ങളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞേ. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. മക്കൾ ജനിക്കാനുള്ള ഒരു സാധ്യതകളില്ല. അവിടെ സാധ്യത കുറവ് കൂടുതലും സാറായിക്കാണ്. സാറ പ്രായമായ സ്ത്രീ, ഒരു സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ കൂടി വന്നാൽ 10, 35, 40 വയസ്സ് വരെയൊക്കെ, അല്ലെ 45 മാക്സിമം, അത് പിന്നെ ഗർഭിണിയാകുക അസാധ്യമാണ്. കാരണം ഗർഭപാത്രത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ച് അങ്ങനെ പോവുകയാണ്. ഒരു 90 വയസ്സുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമൊക്കെ വരണ്ട് ഉണങ്ങി ചുരുണ്ടുപോയൊരു സ്ത്രീയാണ്. ഒരിക്കലും ഗർഭം ധരിക്കാൻ ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും അബ്രാഹാം പ്രതീക്ഷയോടെ വിശ്വസിച്ചു. ഒരു സാധ്യതകളുമില്ല, പ്രതീക്ഷകളില്ല, എന്നിട്ടും അബ്രാഹാം വിശ്വസിച്ചു. വിശ്വസിക്കാനുള്ള കാരണം എന്താ? ദൈവം വാഗ്ദത്തം നടപ്പാക്കും. ഒരു കുഞ്ഞിനെ തരുമെന്ന് ആരാ പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞത്. ദൈവം വാഗ്ദത്തം എന്നതാണ്. ആ കുഞ്ഞിനെ കിട്ടുമെന്ന് അബ്രാഹാം ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ നമ്മുടെ വിശ്വാസം അങ്ങനെ ആയിരിക്കണം. 1, ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക. 2, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ലെങ്കിലും പ്രതീക്ഷയോടെ വിശ്വസിക്കണം. ഡോക്ടർമാർ പറയുകയാണ് ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, ആൾ കൂടി വന്നാൽ 48 മണിക്കൂർ ജീവിക്കും, ക്യാൻസറാണ്, തീർന്നു പോകും, 4th സ്റ്റേജായി, ഒന്നും പ്രതീക്ഷിക്കേണ്ട, ആൾ തട്ടിപ്പോകും. പക്ഷേ നിങ്ങളത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ വരട്ടെ. ഹല്ലേലൂയ. പറഞ്ഞേ, കണ്ണുമടച്ച് വിശ്വസിക്കാൻ വരട്ടെ. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞേ, കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ലെന്ന് ഡോക്ടർ പറയുന്നു, നാട്ടുകാർ പറയുന്നു, സ്നേഹിതർ പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു, എല്ലാവരും പറയുന്നു ഒരു സാധ്യതകളുമില്ലെന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? വിശ്വാസി എന്ന് പറയണം, സാധ്യതയുണ്ട്. എൻ്റെ ദൈവം അനന്ത സാധ്യതകളുടെ ദൈവമാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഈ കൊച്ചു ബുദ്ധിയിലോ അല്ലെ മറ്റുള്ള ബുദ്ധിയിലുള്ള കാര്യമല്ല. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ അനന്ത സാധ്യതകളുണ്ട്. എൻ്റെ ദൈവത്തിന് മുമ്പിൽ അനേകം വഴികളുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഈ കൊച്ചു ബുദ്ധി പോലാണോ? അല്ല. ദൈവത്തിന് മുമ്പിൽ എത്രയോ വഴികളുണ്ട്. മരണക്കിടക്കയിൽ കിടക്കുന്നവരെ, ജീവിതം തീർന്നുവെന്ന് പറഞ്ഞവരെ കർത്താവ് ആയുസ്സ് കൊടുത്ത് എഴുന്നേൽപ്പിച്ചു വിടുന്നു. തീരാ രോഗികളെ സൗഖ്യമാക്കുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ടവരെ കർത്താവ് എണീൽപ്പിച്ചു വിടുകയാ. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീണ്ടും വചനം പറയുന്നു, അവന്റെ വിശ്വാസം, അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല. നമ്മുടെ വിശ്വാസം ദുർബലമായി പോകരുത്. നമ്മുടെ വിശ്വാസം ഇടിഞ്ഞു പോകരുത്. എന്ത് പ്രതിസന്ധി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. എന്തു വന്നോട്ടെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസം ദുർബലമായിട്ട് പോകുവാനായിട്ട് പാടില്ല. മനക്കരുത്തോടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അബ്രാഹാം ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അല്ല, അബ്രാഹാമും സാറായും വിശ്വാസത്താൽ മക്കൾക്ക് ജന്മം നൽകാനുള്ള ശക്തി പ്രാപിക്കുകയാണ്. അടുത്ത വചനം പറയുന്നു, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു.
അതാണ് വിശ്വാസം. നമുക്കൊരു പൂർണ്ണ ബോധ്യം വേണം. എൻ്റെ ദൈവത്തെ കൊണ്ട് ഇത് നടക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. എൻ്റെ ദൈവത്തിന് അസാധ്യമെന്ന ഒരു സംഭവമില്ല. എൻ്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവന് എല്ലാം സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ വചനഭാഗത്ത് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ തലങ്ങൾ അപ്പസ്തോലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. ഹല്ലേലൂയ. അവൻ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചു കൂടിയാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി കൂടിയാണ് എല്ലാം നീതിയായിട്ട് മാറ്റുന്നത്. വിശ്വാസം അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസം നീതിയായിട്ട് പരിഗണിക്കപ്പെടും. അബ്രാഹാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാഹാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹാം ചോദിച്ച, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഡമാസ്കസുകാരൻ എലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാഹാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവൻ്റെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവൻ ആയിരിക്കില്ല, നിന്റെ മകൻ തന്നെ ആയിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. ഉണ്ടോ? അബ്രാഹത്തെ കൂടാരത്തിൽ നിന്ന് ദൈവമായ കർത്താവ് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അബ്രാഹത്തിന്റെ ഉള്ളിൽ അപ്പോഴത്തെ അവസ്ഥ എന്താ? എനിക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എൻ്റെ എലയസന്റെ മകനായിരിക്കും എൻ്റെ വീട്ടിൽ അടുത്ത അവകാശമായിട്ട് വരുന്നത് എന്നൊക്കെ അബ്രാഹാം ദൈവത്തോട് അങ്ങ് പറയുക. അപ്പം അബ്രാഹാമിനെ എന്തു ചെയ്തു ദൈവം? കൂടാരത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആകാശത്തേക്ക് നോക്കുക. ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്തതി പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അപ്പൊ അബ്രാഹത്തെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു, ആകാശം ചൂണ്ടിക്കാണിച്ചു. നക്ഷത്രങ്ങൾ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ മിന്നിത്തിളങ്ങുക. അബ്രാഹത്തോട് ദൈവം പറയുക, ഇതുപോലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതികളെ ഞാൻ തരും, തലമുറകളെ തരുമെന്ന് അബ്രാഹത്തോട് പറയുക. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ആ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വേണം. വിശ്വാസത്തിൽ നമ്മൾ പുറത്തേക്ക് വേണം. നമ്മൾ കൂടാരത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളായിരിക്കും. നമ്മൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനകളിൽ, അല്ലെ നമ്മുടേതായ ചെറിയ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ല. കൂടാരം വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അത് വിശാലമായ ആകാശത്തെ നമ്മൾ കാണുക. അബ്രാഹാം ആകാശത്തിലേക്ക് നോക്കി, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുകയാ. കർത്താവ് പറയുക, ഇതുപോലെ തലമുറകളെ നിനക്കാൻ തരും. ഓരോ നക്ഷത്രം മിന്നിത്തിളങ്ങുമ്പോൾ അബ്രാഹത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ പ്രത്യാശ നിറയുക. അബ്രാഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷ വർദ്ധിക്കുക. ഓരോ നക്ഷത്രം മിന്നിത്തിളങ്ങിയപ്പോൾ അബ്രാഹാം കാണുന്നത് കൊച്ചു കുട്ടികള്, നല്ല വെളുത്ത പല്ലുകളൊക്കെ കാട്ടി ചിരിക്കുന്ന ആ മുഖങ്ങളാ അബ്രാഹാം തന്റെ ഹൃദയത്തിൽ കണ്ടത്. ഹല്ലേലൂയ. കൂടാരത്തിന് വെളിയിലേക്ക് അബ്രാഹത്തെ കൊണ്ടുവരിക, വിശാലതയിലേക്ക് ദൈവം നയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ചുറ്റുവട്ടത്തിന്റെ അപ്പുറം വെളിയിലേക്ക് വരണം. ദൈവത്തിന്റെ കാഴ്ചപ്പാടില് നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കണം. ദൈവം കാണുന്നത് പോലെ നമുക്ക് കാണാനും ചിന്തിക്കാനും കഴിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയാണ്, ഉൽപ്പത്തി 18:14, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് അടുത്ത വസന്തത്തിൽ ഞാൻ വരും, അടുത്ത വസന്തത്തിൽ ഞാൻ വരും. നിശ്ചിത സമയം, അടുത്ത വസന്തത്തിൽ ഞാൻ വരും. നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പ് കൊടുക്കുകയാ. ഒരു സാധ്യതകളുമില്ലാതിരിക്കുമ്പോഴും കർത്താവ് ഉറപ്പ് കൊടുക്കുകയാ. ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ഭാര്യ സാറ
ഗർഭിണിയായി ഇസഹാക്ക്, പിന്നെ തലമുറ യാക്കോബ്. നമുക്കറിയാം, പിന്നെ അബ്രാഹത്തിന്റെ ചരിത്രം നമുക്ക് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ല എന്ന് നമ്മുടെ ബുദ്ധി പറയുമ്പോഴും വിശ്വാസം പറയണം, പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.